दसनी pani da ga ma pa pa ga ma pani ni sa sa pani sari pa ma ga ga ma pa pa mari ni pani mari ni tha ga ma pa pa ma pani ni pani sari ya വിധി കാത്തു നിൽക്കും ജലധങ്ങൾ പോലെ മഴനീർ കണമായി താഴത്തു വീഴാൻ വിധി കാത്തു നിൽക്കും ജലധങ്ങൾ പോലെ മൗനങ്ങളാകും ആത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നും മൈനാകം കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നു ഓരോ വനഭൂമി തോറും പരതുന്നു ഹൃദയം പമരസനേ ധനി സമാഗനീത ഗമപനീനി പനി സഗാഗ മഗസനിത പസാ വനഭൂമി തോറും പരതുന്നു ഹൃദയം വീശുന്ന കാറ്റിൻ ഒരു പുലമലരിനു ചുടികളിലൊരാവേശം മൈനാകും കടലിൽ നിന്നുയരുന്നു ചിറകുള്ള മേഘങ്ങളാ ശിശിരങ്ങൾ തിരയുന്നു ശിശിരങ്ങൾ തിരയുന്നു ശിശിരങ്ങൾ തിരയുന്നു ഇങ്ങനെ പാടാൻ തോന്നി നന്നായി പാടുന്നു
നന്നായി പാടിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ റൗണ്ടിൽ നമുക്ക് 100 അല്ലേ? അതെ. അപ്പൊ ഈ പ്രാവശ്യം ഒട്ടും കുറയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 100 ആയിരുന്നു നമ്മുടെ സ്റ്റേജിലെ. ഐ എം സോ സോറി ഐ മിസ്ഡ് ഇറ്റ്. ആരോട് കഴിഞ്ഞ 100 മിസ് ചെയ്തതിന്റെ പേരില് കഴിഞ്ഞ 100ന്റെ അല്ല, ഇപ്പൊ പാടിയനാണ് ഞാൻ ഈ രേഷ്മയ്ക്ക് മാത്രമല്ല എൻറ്റയർ ഓർക്കസ്ട്ര ടീമിന് എന്തൊരു ഗിറ്റാറിൽ കമൽ എന്തോ ആണ്. ഇവിടെ ചേച്ചി പറയാ രാജേഷ് വൈദ്യ വായിക്കുന്ന പോലെ ഉണ്ട്, വീണ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ. അസലായി. ഹരിപ്രസാദ് ഇവിടെ ഞാൻ ഇത്ര എഴുതി വെച്ചേക്കണ്. മൈനാകം ഈ പാട്ട് ജാനിയമ്മ എന്ന് ശ്യാം സോറ് എന്ത് തോടാൻ പറ്റാത്തൊരു പാട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അക്ഷരസ്ഫുടത, എൻഡിങ് ക്ലാരിറ്റി ഓഫ് നോട്ട്സ് ആൻഡ് ബ്രെത്ത് കൺട്രോൾ, എക്സലന്റ്. യു ആർ എ ബോൺ സിംഗർ. ഒരു പാക്കേജ്. രേഷ്മ ബ്രെത്ത് പലരും നമ്മൾ എന്റെ ഉൾപ്പെടെ ഞാൻ ഈ ശ്വാസം മുട്ടി മരിക്കാൻ പോകുന്ന പോലെയൊക്കെ ഞാൻ ശ്വാസം എടുക്കും പാട്ട് പാടുന്നതിന്റെ ഇടയിൽ. രേഷ്മ ശ്വാസം എടുക്കുന്നത് ഞാൻ കേട്ടില്ല എത്ര നേരമായിട്ട്. എവിടെയോ ഈ ലങ്ങിന്റെ അവിടെ എവിടെയോ ദൈവം ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയുകയും ചെയ്തു, ചേച്ചി എവിടെ കുട്ടി ശ്വാസം എടുക്കണ്ടോ? ചേച്ചി പറഞ്ഞു ചിലവരുടെ ബിൽറ്റ് അങ്ങനെയാണ്. സോ യു ആർ ബ്ലെസ്ഡ് ഇൻ ദാറ്റ് വേ. ആ ബ്രീതിങ് കറക്റ്റ് ആയിട്ട് എങ്ങനെയോ ഭവിച്ചിട്ടുണ്ട്. ഈ വഴി തന്നെ പോവാ. നല്ല ഈ ക്വാളിറ്റീസ് ഒന്നും അനക്കണ്ട. ജസ്റ്റ് കീപ് ബിൽഡിങ് ഓൺ ഇറ്റ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാം നന്നായിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഫസ്റ്റ് അനുപല്ലവി കഴിഞ്ഞിട്ട് തുണ്ടുപല്ലവി കഴിഞ്ഞിട്ട് കണ്ണൻ സൂര്യനുയരുന്നുവോ അടുത്ത ലൈനിലേക്ക്, പക്ഷെ അത് നിർത്തുന്നില്ല, മേഘങ്ങളായെന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. മേഘങ്ങളായി അങ്ങനെ. അപ്പൊ അടുത്ത ലൈൻ പാടണ്ടേ? അപ്പൊ ഞാനത് കൺഫ്യൂഷനായി, ഇതെന്താ അത്? അപ്പൊ നോക്കിയപ്പോ പാടുന്നില്ല. യു ഹാവ് സ്റ്റോപ്ഡ്. കാരണം ആ പാടിയത് ആ ഓർക്കസ്ട്രേറ്റ് ബ്ലെൻഡായിട്ട് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. മേഘങ്ങളായി എന്നുള്ളത് ബ്ലെൻഡഡ് വിത്ത് ഓർക്കസ്ട്ര സോ ബ്യൂട്ടിഫുള്ളി. ആ തുണ്ടുപല്ലവിയിലാണ് കേട്ടോ, എല്ലായിടത്തും അല്ല ഞാൻ പറയുന്നു. പിന്നെ ഒരു സ്ഥലം മാത്രം ആ ഒരു പോർഷൻ 2 സ്ഥലത്ത് ചൊടി ഇതളിലും വരുന്നുണ്ട്, ഞൊടിയിടയ്ക്ക് അകന്നുള്ളിടത്തും. വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നും. അത് മാത്രമല്ലോ, അത് ഒത്തിരി ഡിഫിക്കൽട്ടാണ് പാടി വരുമ്പോൾ. വെറുതെ സ്ട്രൈറ്റ് ആയിട്ട് പാടുമ്പോൾ അതിൻ്റെ ആ നോട്ടിൻ്റെ ചെറിയ ഒരു നമ്മൾ തമിഴ്നാട്ടിൽ ഇവിടെ ഉണ്ടോന്ന് അറിഞ്ഞില്ല. തമിഴ്നാട്ടിൽ ഒരു നല്ല ഭംഗിയുള്ള കുട്ടി വന്ന അപ്പ അതിന്റെ മുഖത്ത് മുഴുവൻ കുറെ കരി തേക്കും. അല്ല ചില ഒരു കുത്തിടും. അത് കണ്ണ് തട്ടാണ്ടിരിക്കാൻ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ കുഴപ്പമുള്ളൂ. ബാക്കിയൊക്കെ 100%. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. രേഷ്മ ചേച്ചി ഒന്നും പറയാനില്ല. രേഷ്മ ഒരു പാട്ട് കിട്ടിയാൽ അതിനെ എത്രമാത്രം അത് ഉള്ളിലേക്ക് ഉൾക്കൊണ്ട്, കഴിഞ്ഞ പ്രാവശ്യമേ പറഞ്ഞു അത് ഞാൻ വീട്ടിൽ ഫുള്ള് നിങ്ങളുടെ താമസിക്കുന്നിടത്ത് പാടിക്കൊണ്ടേയിരിക്കുന്ന ഒരുപാട് ഡെഡിക്കേറ്റഡ് സിംഗറാണ് രേഷ്മ. ഈ പാട്ട് അസലായിട്ട് പാടി. ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുണ്ട് ഇതിൽ. എന്തെന്ന് വെച്ചാൽ ഇതിപ്പോ രേഷ്മയോട് മാത്രമല്ല എല്ലാ സിംഗേഴ്സിനോടും എല്ലാവരോടും പറയാനുള്ള കാര്യമാണ്. നമ്മള് ഗമപനീനി സാസാന്ന് തന്നെ എടുക്കണം. കാരണം ജാനകിയമ്മ ഗമപനീനി സാസാന്നായിരിക്കും പാടിയിരിക്കുന്നത്. പക്ഷെ അത് അന്നത്തെ കാലത്ത് ഒറ്റ ഇതിന് അവർ 10 മിനിറ്റ് കൊണ്ട് ഒന്ന് പാടിയിട്ട് പോകണം. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എന്തെങ്കിലും അവർക്ക് റീടേക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ആ ഫോൾട്ട് അത് അങ്ങനെ വെച്ചതാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എത്ര സത്യമാണോ, ഈ ചന്ദ്രൻ സൂര്യൻ എന്നുള്ളതൊക്കെ എത്ര സത്യമാണോ അത്രയും സത്യമാണ് ഷഡ്ജവും പഞ്ചമവും. ഷഡ്ജ പഞ്ചമ വെറൈറ്റീസ് അത് നമ്മളുടെ ആധാര ശ്രുതിയാണ്. ശ്രുതി എന്ന് പറയുന്നത് അമ്മയാണ്, അമ്മ സത്യമാണ്. അപ്പൊ അതൊരിക്കലും നമ്മളിപ്പോ നമ്മുടെ സാ പാ സാ ആണെങ്കിൽ സാ സാന്ന് പാടുവോ? സാ പാ സാന്ന് പാടില്ല, ദാറ്റ് ഈസ് നീ. അപ്പൊ ഗമ പനീനി സാ സാ അങ്ങനെ തന്നെ വന പനി സഗ പാമക അത് പനി സാരി പാമക അങ്ങനെ തന്നെ പാടും. അത് മാത്രം ഒന്ന് പാടും. അതിപ്പോ നിങ്ങളോട് എല്ലാരോടും പറയാം കേട്ടോ, നാളെ പ്രേക്ഷകരോടും കൂടിയാണ് പറയണേ. നാളെ ഒരുപാട് പിന്നെ അവർക്ക് അറിയാൻ വേണ്ടിട്ട് അവര് പാടിയതിന്റെ സ്വരം ഒന്ന് പാടി കൊടുക്കും. ഗമപനീ ആണ് ഗമപനീ
എന്ന് പറയണത് നീയാണ്. ആ. ഗമപനീനി സാ 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 എന്നാണ്. ഗമപനീനി സാ ആണ്. അപ്പൊ അന്നത്തെ അവര് ഇന്നത്തെ പോലെ എടുക്കണ അന്ന് ഒറ്റയടിക്ക് പാടിയിട്ട് പോകുന്ന ഒരു ദിവസം തന്നെ 10-12 പാട്ടും പാടിയിട്ട് പോകുമ്പോ എന്തെങ്കിലും ഒരു കാരണം കാണും തിരിച്ചെടുക്കാൻ പറ്റാത്തത് ആ ഒരു സ്ഥലത്ത് വേണ്ടി അതങ്ങനെ വിട്ട് അത് പല കാണും. പാട്ടുകളിലും അങ്ങനെ വന്നിട്ടുണ്ട്. ആ അപ്പൊ അത് മാത്രം ഒന്ന് തിരിച്ചു പാടും. അത് ഈ പാട്ട് ആര് പഠിച്ച് നാളെ പാടിയാലും ആ ഷഡ്ജം കറക്റ്റായിട്ട് അത് സായില് തന്നെ എടുക്കണം കേട്ടോ. നിരിസ ദസനി പനിതഗമ പാപ്പ ഗമപനീനി സാസാ. അല്ല ഗമപനീനി സാ പോയി ഗമപനീനി സാസാ. അല്ലടാ ഗമപനീനി സാന്ന് പോണം. ഗമപനീനി സാ. ആ അതാണ് സാ. 2 പ്രാവശ്യം. സാ സാ അതാണ് 2 പ്രാവശ്യം. ഗമപനീനി സാസാ. അത് വരാം. ആ. സാ സാ പ ആണെങ്കിലും ദാറ്റ് ഇസ് ഓക്കെ. ദാറ്റ് ഇസ് എ വലി ഗമക. ഇറ്റ് ഇസ് ടൈപ്പ് ഓഫ് ഗമക. വലി എന്ന് പറയും നമ്മള്. സാ സാ എന്നുള്ളത് അത് നമുക്ക് കുഴപ്പമില്ല. ബട്ട് നീല് സാ നിർത്താൻ പാടില്ല കേട്ടോ. ഇനി ഈ ഒരു പോർഷൻ നിങ്ങൾ പാടുന്ന പ്രേക്ഷകർക്ക്, പാടുന്ന കുട്ടികളും പാടുന്നവർക്കുണ്ടെങ്കിൽ എല്ലാവർക്കും ഇനി അങ്ങനെ വേണ്ടി പാടണം തോന്നുകയാണെങ്കിലേ ഗമപനീനിസാന്ന് പാടിക്കോളൂ. ആ, അതെ എന്നും പാടാം. ഗൈഡാണത്. ആ സാ അവിടെ എത്തിക്കണം. അത് ആ സാ ചേച്ചി ഇപ്പൊ എത്തിക്കണം. ഇവിടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഇത് ആരും ഒരു ടിവിയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അത് ഭയങ്കര വാല്യുബിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ. കാരണം ഈ മൈനാകം പാടാത്തവരായിട്ട് ആരുമില്ല. അതെ അതെ അതെ. എല്ലാവരും അത് മനസ്സിലാക്കണ്ടേ. ഇത് വേണമെങ്കിൽ നിങ്ങൾ പ്രൊമോ കെട്ടിയിട്ട് ഒരു 10 പ്രാവശ്യം ഇട്ടുള്ളൂ. സത്യമായിട്ടും. വളരെ സത്യമായിട്ടുള്ള കാര്യം. നമുക്ക് ഒരിക്കലും അതിനകത്ത് അവരെ നമ്മൾ പാടി വെച്ചിരിക്കുന്നതാണ് നമ്മളെപ്പോഴും ഇമിറ്റേറ്റ് ചെയ്ത് നമ്മൾ പാടുന്നത്. പക്ഷെ സെർട്ടൻ സത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ ആധാര ശ്രുതി, നമ്മൾ ശ്രുതി ഇട്ടിട്ടല്ലേ. ഇപ്പൊ ഇതില്ലാതെ നമ്മൾ പാടുന്നില്ലല്ലോ. ഇവിടെ നിങ്ങൾ പാടുമ്പോഴും നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിലും ശ്രുതി, അയ്യോ അവിടെ പോയി ഇവിടെ പോയി. അപ്പോൾ ശ്രുതി അമ്മ, ഞാൻ വീണ്ടും നേരത്തെ ആരോടോ പറഞ്ഞ പോലെ അത് സത്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് ഗമപനീനി സാസ മാത്രം മാറ്റിയിട്ട് വന്നോളൂ കേട്ടോ. നമ്മളൊരു ഇൻഫർമേഷൻ നമ്മൾ പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ ഇരിക്കുന്നതിലൊരു അർത്ഥമില്ല. അതുകൊണ്ടാ കേട്ടോ. ആ അപ്പൊ ഇനി പാടുമ്പോ ശ്രദ്ധിച്ചോളൂ. പക്ഷെ ഇത് രേഷ്മയുടെ ഇതായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. രേഷ്മ അസലായിട്ട് പാടി. അപ്പൊ നമുക്ക് Okay. നല്ലൊരു മാർക്ക് ചിന്തിച്ച് കൊടുക്കണം. അതെ, ആദ്യം മെന്റേഴ്സിന്റെ മാർക്സ് നമ്മൾക്ക് രജസിനെ ചിന്തിക്കാം. അറിയിക്കണം. രേഷ്മ, your mark is 98. 98 marks രേഷ്മ. 96 താഴെ ഒരു കളിയില്ല. കളിയില്ല. എല്ലാം ടോപ്പ് സ്കോർ ആണ് നേടിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻസ്. ഇനി നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു റൗണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. തന്നെ പൊക്കോളൂ കേട്ടോ.